സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് സലാമിനെ നിങ്ങൾ നിർവഹിക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്, മനസ്സ് വെച്ച് ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കിത് വ്യക്തമാക്കി തരുന്നത്. ഒരിക്കൽ മഹാനായ സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞാൻ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ധാരാളമായി നിർവഹിക്കാറുണ്ട്. എനിക്ക് ഒരു കാര്യം അങ്ങയോട് ഇപ്പോൾ ചോദിക്കാനുള്ളത്, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എത്ര വിഹിതം അങ്ങേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനക്കായി നീക്കിവെക്കേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത്ര. അപ്പോൾ ഈ സഹാബി ചോദിച്ചു, 4 ഭാഗം ചെയ്താലോ? നബി തങ്ങൾ പറഞ്ഞു, ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനേക്കാളും അധികരിപ്പിക്കുന്നതും ഖൈറാണ്. എങ്കിൽ പകുതി സമയം നിർവഹിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അതും ഖൈറാണ്. എങ്കിൽ 2 ഭാഗവും ചെലവഴിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെയും നിർവഹിക്കാം, അതിനേക്കാളും അധികരിപ്പിക്കുന്നതും ഖൈറാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ എൻ്റെ പ്രാർത്ഥന മുഴുവനും അങ്ങക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനക്കായി നീക്കിവെച്ചാലോ? ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ എങ്കിൽ തുക്ഫാ ഹമ്മുക്, നിന്റെ മനക്ലേശങ്ങളൊക്കെ അതുകൊണ്ട് മാറും, നിനക്ക് ദുന്യാവിലുള്ള പ്രയാസങ്ങളൊക്കെ തീരും, അതുപോലെ തന്നെ നിനക്ക് പാപമോചനം ലഭിക്കപ്പെടും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണവും വയുഗ്ഫർ ലക ദംബുക്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. എന്താണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകുന്ന ഈ സ്വലാത്ത് അധികരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ അത്രയും പുണ്യമാണ് എന്നാണ് ഇവിടെ സഹാബി. എങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന മുഴുവനും അങ്ങക്ക് വേണ്ടിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്, മറ്റൊരു പ്രാർത്ഥനയും വേണ്ടതില്ല, സ്വലാത്ത് മാത്രമേ വേണ്ടതുള്ളൂ എന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ അകത്ത് ചൊല്ലേണ്ടുന്ന ഒരുപാട് പ്രാർത്ഥനകൾ, നിസ്കാരത്തിന്റെ പുറത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുവോളം നിർവഹിക്കേണ്ടുന്ന ധാരാളക്കണക്കിന് ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതൊന്നും നിർവഹിക്കേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ധാരാളം സമയം, നല്ലൊരു വിഹിതം നാം നമ്മുടേതായ മറ്റു പ്രാർത്ഥനകൾക്ക് ശേഷം ആ സമയങ്ങളിലൊക്കെ ധാരാളം സമയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന, ഈ സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വമ്പിച്ച നേട്ടമാണ് 2 ലോകത്തുമുള്ളത്. ഇഹപര വിജയികളിൽ ഉൾപ്പെടുവാൻ അത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹു അവന് 10 ഗുണം ചൊരിഞ്ഞു കൊടുക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തീർന്നില്ല, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു, ഏതൊരു വിശ്വാസിയായ മനുഷ്യനും മാമിൻ വസല്ല അലൈഹി അഹദുൻ സ്വലാത്തൻ, ആര് എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ തന്നെയും ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായിക, മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. മാദാമ യുസല്ലി അലയ്യ, എനിക്ക് വേണ്ടി അവൻ സ്വലാത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മലായിക്കത്തുകൾ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ കൂടി കാരണമാകുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലുള്ള സ്വലാത്ത് എന്നാണ് ഈ വചനവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിലൂടെയൊക്കെ നമ്മുടെ നേതാവിനോടുള്ള നമ്മുടെ സ്നേഹം ഖൽബിൽ അധികരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നേതാവിനോടുള്ള സ്നേഹം ഖൽബിൽ അധികരിക്കുമ്പോൾ അവിടുത്തെ കൽപ്പനകളെ ശിരസാവഹിക്കുവാനുള്ള ഉത്സാഹമുണ്ടാകും, അവിടുത്തെ ചര്യകളെ പിന്തുടരുവാനുള്ള ആവേശം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും, അവിടുത്തെ സ്വഭാവ ചര്യകളെ ജീവിതത്തിൽ പകർത്തുവാനുള്ള താല്പര്യം നമ്മിൽ ഉണരും.
കാരണം എപ്രകാരം മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് അവിടുന്ന്. അങ്ങ് ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ള ആ സൽഗുണങ്ങളുണ്ടല്ലോ, ആ സൽഗുണങ്ങളെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുവാൻ നമുക്കിതിലൂടെ സാധ്യമാകും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആകയാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരായി നാം അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏത് സമയത്തും നമുക്ക് സ്വലാത്തുകളെ അധികരിപ്പിക്കാം. അതേ അവസരത്തിൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിർവഹിക്കാവുന്ന കാര്യമാണ് സ്വലാത്ത്. പല സ്ഥലങ്ങളും ആ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ബാങ്ക് വിളി കേട്ട ഉടനെയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് വിളി നിങ്ങൾ കേൾക്കുമ്പോൾ മുഅദ്ദിൻ എന്താണോ പറയുന്നത് അപ്രകാരം നിങ്ങളും പറയുവീൻ. സുമ്മ സല്ലു അലയ്യ. ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുവീൻ. എന്നിട്ടാണ് ആ സ്വലാത്തും നിർവഹിച്ചതിന്റെ ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത്. ഒരിടം അതാണ്. രണ്ടാമത്തെ കാര്യം, ദിവസങ്ങളിൽ ഏത് ദിവസവും നമുക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കാം. അതേ അവസരത്തിൽ നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ ജുമുഅ ദിനത്തിലുള്ള സ്വലാത്തിന് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. അന്നത്തെ ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് കാരണം? നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ അവിടുത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല, അല്ലാഹു അഅലം. എന്നാൽ ആ പ്രാധാന്യവും പ്രത്യേകതയും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആകയാൽ ജുമുഅ ദിനത്തിൽ മറ്റു ദിനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ എത്രയാണ്. പല ഘട്ടങ്ങളിൽ, നമ്മുടേതായ പല ഒഴിവ് വേളകളിൽ, നമ്മുടെ യാത്രാവേളകളിൽ, അതുപോലെ തന്നെ പലയിടങ്ങളിലും നമ്മൾ വെയിറ്റ് ചെയ്ത് പലരെയും കാത്തു നിൽക്കുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ മറ്റു പല അനാവശ്യമായ പല കാര്യങ്ങളും കടന്നു വന്ന് ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ഇടം നൽകാതെ നമുക്ക് ദുന്യവിയും ഉഖറവിയുമായ ഗുണങ്ങൾക്ക് നിമിത്തമാകുന്ന ഈ സ്വലാത്തിനെ അധികരിപ്പിക്കുവാൻ നാം ഏവരും പരിശ്രമിക്കുക.